രേവതി, നീ ഒന്ന് മാറിയിരിക്ക്. എന്താ മാറാൻ അജയ്? തൻ്റെ അച്ഛനെയും അമ്മയും കണ്ണുകൊണ്ട് കാണിച്ച് ചുണ്ട് ചുളിച്ചവൾ മാറിയിരുന്നു. ഞാൻ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വരൂ. അവനെയും വരാൻ പറയും. പെറ്റ പാപത്തിന് വെച്ച് വിളമ്പാം, അല്ലാതെന്താ ഇനി ചെയ്യാൻ എന്ന് അടുക്കളയിൽ നിന്ന് ശബ്ദമുണ്ടാക്കി പറയുന്നുണ്ട് ശാരദാമ്മ. ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ വെച്ചു ശാരദാമ്മ. അജയന്റെ അച്ഛൻ വന്ന് വടിയും പിടിച്ച് ഇരിക്കുകയും അജയൻ അവിടെ തന്നെ വന്ന് ഇരിക്കുകയും ചെയ്തപ്പോൾ അവനോട് ചേർന്ന് രേവതിയും ആ ടേബിളിൽ ഇരുന്നു. അവളെയും അവളുടെ വസ്ത്രധാരണത്തിൽ ദേഷ്യത്തിൽ നോക്കിയവർ, കഷ്ടം തന്നെ ഇവളുടെ ഒരു ഡ്രസ്സ് എന്ന് പിറുപിറുത്തുകൊണ്ട് ഭർത്താവിനവർ ഒരു പ്ലേറ്റ് എടുത്തു വെച്ചു കൊടുത്തു. അതിൽ ചൂടുള്ള കഞ്ഞി വിളമ്പി അജയുടെ വശത്തേക്ക് ഒരു ബൗളിൽ തള്ളി നീക്കി വെച്ചു കൊടുത്തു. തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയവൻ നിശബ്ദനായി അത് തുറന്നു നോക്കിയപ്പോൾ ചൂടുള്ള കഞ്ഞിയായിരുന്നു. അടുത്തുന്നവരുടെ മുഖം അത് കണ്ട് ഒന്ന് ചുളിഞ്ഞുപോയി. എന്താ അജയ് ഇത്? ഇതാണോ കഴിക്കാൻ പോകുന്നത്? ഇത്. അവളുടെ മുഖം വെറുപ്പ് കൊണ്ട് ചുളിഞ്ഞുപോയി. ഇവർക്ക് ഇതേ വെക്കാനറിയൂ, വേറൊന്നും വെക്കാനറിയില്ലേ? ഇതാണോ നിങ്ങൾ നേരെ വീട്ടിൽ എന്നും കഴിക്കാറുള്ളത്? ഒരു ഉണക്ക കഞ്ഞിയും ചമ്മന്തിയും. അവൾ ദേഷ്യം കൊണ്ട് തൻ്റെ പ്ലേറ്റ് താഴേക്ക് വലിച്ചെറിഞ്ഞു. തറയിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന ചില്ലുപാത്രത്തിലെ കഷ്ണങ്ങൾ നോക്കി ശാരദാമ്മ ഭദ്രകാളിയെ പോലെ കണ്ണുകൾ വിടർത്തി അവളെ രൂക്ഷമായി നോക്കി. എണീക്കടി അവിടുന്ന്. വയൽ കൂടെ പോകുന്നവർക്കെല്ലാം വെച്ചു വിളമ്പാൻ ഇത് സത്രമൊന്നുമല്ല. നീ എനിക്ക് ആരാടി? ഞാൻ എന്തിനാ നിനക്ക് പാചകം ചെയ്തു തരുന്നത്? നിനക്ക് കയ്യില്ലേ, തനിയെ ഉണ്ടാക്കി തിന്നുകയല്ല വേണ്ടത് എന്ന് പൊട്ടിത്തെറിച്ചു അവർ. അജയ്, എന്താ ഇതെല്ലാം? നിങ്ങളുടെ അമ്മ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യങ്ങളല്ല. രേവതി, കുറച്ചു നേരം നീ ഒന്ന് മിണ്ടാതെ ഇരിക്ക്. എന്തിന് ഞാൻ മിണ്ടാതെ ഇരിക്കണം? ഇവർ വന്നത് മുതൽ എന്നെ ചീത്ത വിളിച്ചു കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? എന്ത്? നീ എൻ്റെ മരുമകളോ? നോക്കറുത്ത് ഞാൻ നായ്ക്കിട്ട് കൊടുക്കും ഞാൻ എന്ന് ആവേശത്തോടെ അലറി അവർ. എനിക്ക് മരുമകളാണെങ്കിൽ അത് നീലിമ മാത്രം. അത് അന്ന്. ഇപ്പോൾ ഞാനാണ് നിങ്ങളുടെ മകൻ്റെ ഭാര്യ. രേവതിയും വിട്ടുകൊടുത്തില്ല. നീ പുരുഷനെ മാറ്റുന്നത് പോലെയല്ല എനിക്ക് മരുമകളെ മാറ്റാൻ കഴിയില്ലടി എന്ന് പറഞ്ഞപ്പോൾ രേവതിയുടെ മുഖം കറുത്തിരുണ്ടുപോയി. അതെ, ഭാര്യയാണെന്ന് പറയുന്നുണ്ടല്ലോ നീ. ഏതവകാശത്തിൻ്റെ പേരിലടി അത് പറയുന്നത്? ദാ ഇവിടെ നിൽക്കുന്നവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടോ ഇതുവരെ? അതൊന്നുമില്ലാതെ എന്ത് ഭാര്യ? അതിൻ്റെ പേര് വേറെയാണ്. ഞാൻ പറഞ്ഞാൽ അതിനേക്കാൾ അശ്ലീലം വേറെയൊന്നും ഉണ്ടാകില്ല നിനക്ക്. ഇവിടെ നോക്ക് അജു, ഇവര് രണ്ടുപേരും നിങ്ങളുടെ അച്ഛനും അമ്മയുമാ എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ ക്ഷമയോടെ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി ഞങ്ങളെ എന്ന് മുന്നിലേക്ക് വന്നവരെ കണ്ട് ഞെട്ടിപ്പോയി അജയനും രേവതിയും. അജയ്, നിന്റെ അച്ഛനോടും അമ്മയോടും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ. അവർക്ക് നമ്മൾ സന്തോഷത്തോടെ കഴിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇങ്ങോട്ട് വന്നത് മുതൽ ഈ വീട് വിട്ടു പോയവളെ പറ്റി സംസാരിച്ച് എന്നെ നാണം കെടുത്തുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുക. ഇനി ഒരിക്കൽ കൂടി എൻ്റെ കൺമുന്നിൽ വന്ന അപ്പോൾ ഞാൻ തന്നെ നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്താകും. കേട്ടോടി നീ? ഒന്ന് തള്ളി നോക്ക് കാണട്ടെ. രേവതി ശാരദാമ്മയോട് പറഞ്ഞ്. എന്താ? ശാരദാമ്മ അവളുടേത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു. കുറച്ചു നേരത്തേക്ക് ആ നാവൊന്ന് അടക്കി പിടിച്ചിരിക്കും രേവതി. നീ അങ്ങാടിയിലെ ചന്തപ്പെണ്ണിനെ പോലെ വഴക്കിടരുത്. അവർ ഇവിടുന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പോകുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാം. ഈ വീട് അവരുടെ പേരിലാണ് ഇരിക്കുന്നത്. ആവേശത്തോടെ അലറി വിളിച്ച് പറയുന്നവളെ അജയ് കവളിൽ കൈവച്ച് അന്താളത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. രേവതി അവൻ്റെ വാക്കുകൾ കേട്ട്. താൻ നന്നായി പഠിച്ചവളാണ്, കൈനിറയെ സമ്പാദിക്കാൻ അറിയുന്നവളാണ് എന്ന അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും തിമിരത്തിലായിരുന്നു അവൾ ഇതുവരെ ജീവിച്ചത്. രാജൻ്റെ മാതാപിതാക്കളെ ദ്രോഹിച്ചു കൊണ്ടിരുന്നതും രാവിലെ എഴുന്നേറ്റുടൻ ബെഡ് കോഫി വേണം, ഭക്ഷണം വച്ചു വിളമ്പാൻ അല്പം വൈകിയാൽ മുതിർന്നവരെ യാതൊരു പരിഗണനയുമില്ലാതെ വാതാരതെ വഴക്കും പറയും, അതുമാത്രമോ? ശരീരം വയ്യ, മുട്ടുവേദനയാണ്, അധിക നേരം അടുക്കളയിൽ നിൽക്കാൻ കഴിയില്ല എന്ന ആ പാവവൃദ്ധ കേണവളോട് പറയുമ്പോൾ ജോലി ചെയ്യാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണോ നിങ്ങൾ? മുട്ടുവേദനയാണെങ്കിൽ ആ തൈലമെടുത്ത് തിരുമ്മി ആശ്വാസം കണ്ടെത്തിയാൽ പോരെ. രാത്രി എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കുറുമ തന്നെ വെച്ചുണ്ടാക്കണം, അല്ലാതെ വയ്യെന്നും പറഞ്ഞ് അടുക്കളയിൽ കയറാതിരിക്കരുത് എന്നായിരുന്നു അവളുടെ മറുപടി. വയ്യ എന്ന മാനസിക പരിഗണന ഒരംശം പോലും തൊട്ടു തീണ്ടാത്ത പെരുമാറ്റമായിരുന്നു അവളുടേത്. ഇതൊക്കെ സഹിച്ചും എന്ന സ്ഥാനത്തിന് രാജൻ്റെ വൃദ്ധയായ അമ്മ അവകാശത്തിൽ അവരെങ്ങാനും വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലോ? ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയിക്കോളം. നിങ്ങളെ തടയാൻ ഞങ്ങൾ ആരും വരില്ല
എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്കും അവകാശമില്ല എന്നായിരുന്നു അവൾ അഹങ്കാരത്തോടെ അവരോടൊക്കെ തിരിച്ചടിച്ചത്. രാജനേക്കാൾ ഉന്നതനാണ് അജയ് എന്നതായിരുന്നു അവളുടെ തെറ്റായ ധാരണ. പണത്തിന് പണം, സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യാനോ തടസ്സം നിൽക്കാനോ ഇവിടെ ആരുമില്ല. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നു കരുതിയ അവൾക്ക് അജയുടെ രൗദ്രഭാവം തികച്ചും അപരിചിതമായിരുന്നു. ചില പുരുഷന്മാരുടെ യഥാർത്ഥ മുഖം സ്വന്തം വീട്ടിൽ വച്ചായിരിക്കും വെളിപ്പെടുക എന്ന് പറയാറുള്ളത് എത്ര സത്യമായ കാര്യമാണ്. മുമ്പ് അമ്മ ഇവിടേക്ക് വരുമ്പോൾ അവരുടെ മുന്നിൽപ്പെട്ട് പകച്ചു നിൽക്കുന്ന നീലിമയുടെ പരിതാപകരമായ മുഖം ഓർമ്മ വന്നു അജയ്ക്ക്. അവരെ എതിർത്തൊരു വാക്ക് പറയാൻ പോലും നീലിമ ഇതുവരെ തുനിഞ്ഞിരുന്നില്ല. താൻ ചെയ്യുന്നതെല്ലാം എത്ര കൃത്യമായാലും അവളുടെ കണ്ണുകൾ കുറ്റങ്ങളും കുറവുകളും മാത്രം തിരഞ്ഞു കണ്ടുപിടിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അമ്മ. അതിനു മുന്നിൽ നിശബ്ദയായി തലകുനിച്ച് നിൽക്കുന്ന നീലിമക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നീലിമയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും വീട് വൃത്തിയായി സൂക്ഷിക്കുന്ന കഴിവ്, മകനോട് സംസാരിക്കുമ്പോഴുള്ള ആ സൗമ്യതയും ക്ഷമയും ഒക്കെ കണ്ട് ഉള്ളിൽ അഭിമാനവും സന്തോഷവും ഉണ്ടായെങ്കിലും ഒരിക്കൽ പോലും അത് ശാരദാമ്മ പുറത്ത് കാണിച്ചിരുന്നില്ല. എൻ്റെ മകനുകളെ കണ്ട് പഠിക്കണം എന്ന് അജയനോട് 100 ആവർത്തി അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അജയ് തനിക്ക് വേണ്ടി സംസാരിക്കും, അമ്മയോട് വാദിക്കും. ഈ വീട്ടിൽ തൻ്റെ ഭരണം തന്നെയായിരിക്കും തുടരുക എന്ന് കരുതിയ രേവതിയുടെ മുഖത്തിന് അടിയേറ്റ പോലെയായിരുന്നു ആ വാക്കുകൾ വീണത്. നിന്നെ എൻ്റെ കാൽക്കീഴിൽ നിലക്ക് നിർത്താൻ എനിക്കറിയാം. നീ ആരെയാണോ എൻ്റെ മരുമകളല്ലെന്ന് വിശേഷിപ്പിച്ചത്, അവളും നീയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കും. അതിനാദ്യം എനിക്കും അജയനും തമ്മിൽ കല്യാണം നടക്കണം. അതിനുശേഷം ഈ വീട്ടിൽ നിന്റെ ഭരണം നടക്കൂ. ശാരദാമ്മ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അത് കണ്ട ഭാവം നടിക്കാതെ അവർ പരിഹാസത്തോടെ പറഞ്ഞു. നിയമപരമായി നോക്കിയാൽ അവൾ തന്നെയാണ് ഞങ്ങളുടെ മരുമകൾ. ഇവിടെ കുറച്ചൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? കഴുത്തിലൊരു താലി വീഴുമ്പോഴേ ഒരു പെണ്ണിന് ഭാര്യ എന്ന പദവി കൈവരുന്നത്. അതൊന്നുമില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്നതും സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്നതും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമാണ് ഉള്ളത്. ആ വാക്കുകളിലെ മൂർച്ച രേവതിയുടെ ഉള്ളം വീണ്ടും കോപത്താൽ ജ്വലിച്ചു. അവൾ അങ്ങനെ തന്നെ കനലെറിയുന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അജയ്ക്കു പക്ഷെ അവൾ കോപിച്ചു പോയതിനെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും തോന്നിയില്ല. അവളുടെ സ്വഭാവം ഇതാണെന്ന് അവൻ വ്യക്തമായി അറിയാം. പറഞ്ഞു കഴിഞ്ഞോ അവരോട്? കയ്യിലിരുന്ന ഫോണിലേക്ക് ആശങ്കയോടെ നോക്കിക്കൊണ്ട് നീലിമ പിറുപിറുത്തു. ഇന്നലെ രാത്രി തന്നെ ഉറപ്പിച്ചു പറഞ്ഞതല്ലേ നാളെ നമ്മൾ ലൈവായി വീഡിയോ ചെയ്യുകയാണെന്ന്. ആ ഒരു ചിന്ത തന്നെയാണ് അവളുടെ മുഖത്ത് പരിഭ്രാന്തി പടർത്തിയതും. ഇങ്ങോട്ട് നോക്ക് നീലു, ഇതൊക്കെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാവുക? കരയു കരയ്ക്കു തന്നെ നിൽക്കുന്നവന് കടലിന്റെ ആഴം അളക്കാൻ കഴിയില്ല. ആരോ എന്തോ പറയുന്ന 4 വാക്കുകളെ ഭയന്ന് നിന്റെ കഴിവുകളെ നീ തന്നെ തടവറയിലാക്കരുത്. ഭയം എന്നത് ഒരടഞ്ഞ വാതിൽ പോലെ. അത് തുറന്ന് പുറത്തു വന്നാൽ മാത്രമേ നിനക്കായി മാറ്റിവെച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിനക്ക് സാധിക്കൂ.